ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 17. പെരുവെള്ളത്തിൽ നിന്ന് രക്ഷ. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. സങ്കീർത്തനം 18:16. 2015 ഡിസംബറിലെ മഹാദുരന്തമായ പേമാരിയിൽ ചെന്നൈയിൽ 24 മണിക്കൂറിൽ 494 മില്ലി ലിറ്റർ മഴ പെയ്തു. മഴയ്ക്ക് പുറമെ ചില അണക്കെട്ടുകളും തുറന്നത് പ്രളയ ദുരന്തം വർദ്ധിപ്പിച്ചു. 250-ലധികം ആളുകൾ മരിക്കുകയും ചെന്നൈയെ ഒരു ദുരന്ത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രകൃതി ചെന്നൈയെ പ്രളയത്തിലാഴ്ത്തിയപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കരുണയുടെ പ്രവാഹത്താൽ നഗരത്തെ നിറച്ചു. അവർ 400-ലധികം ആളുകളെ വീരോചിതമായി രക്ഷിച്ചു. അനവധി വീടുകൾ വെള്ളത്തിനടിയിലാവുകയും കാറുകളും മറ്റു വാഹനങ്ങളും ഒഴുകി നടക്കുകയും ചെയ്തു. ഈ സമർപ്പിതരായ മത്സ്യത്തൊഴിലാളികളുടെ മനസ്സലിവും വൈദഗ്ധ്യവും ഇല്ലായിരുന്നെങ്കിൽ ഇതിലുമധികം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമായിരുന്നു. ജീവിതത്തിൽ നാം പലപ്പോഴും അനുഭവിക്കുന്ന പ്രളയം അക്ഷരീകമല്ല, എന്നാൽ യാഥാർത്ഥ്യമാണ്. അനിശ്ചിതത്വങ്ങളുടെയും അസ്ഥിരതയുടെയും നാളുകളിൽ മാനസികമായും വൈകാരികമായും ആത്മീകമായും അമിതഭാരവും അരക്ഷിതത്വവും നമ്മുടെ തലമുറകളിൽ നമുക്ക് അനുഭവപ്പെടാം. എന്നാൽ നാം നിരാശപ്പെട്ടു പോകേണ്ടതില്ല. സങ്കീർത്തനങ്ങൾ 18 നാം വായിക്കുന്നത് ദാവീദിന്റെ എതിരാളികൾ എത്ര അസംഖ്യവും ശക്തരുമായിരുന്നെങ്കിലും തൻ്റെ ദൈവം അവരെക്കാൾ വലിയവനാണ് എന്നാണ്. എത്ര വലിയവൻ! അതിമഹത്വവും ബലവുമുള്ളവൻ. അവിടുത്തെ വിവരിക്കുവാൻ നിരവധി വർണ്ണനകൾ ദാവീദ് ഉപയോഗിച്ചിരിക്കുന്നു. പെരുവെള്ളത്തിൽ നിന്നും ബലമുള്ള വൈരിയിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ശക്തനായിരുന്നു. എത്ര വലിയവൻ! ജീവിതത്തിൽ നമ്മെ വലയം ചെയ്യുന്ന പെരുവെള്ളത്തിൻ്റെ ആഴവും പരപ്പും എത്ര തന്നെയായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാവുന്നത്ര വലിയവൻ. ചിന്തിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന എന്തു പെരുവെള്ളമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ്? ദൈവത്തിന് മഹത്വം.